നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ കാർത്തികേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? വരൂ സത്യമേ. എന്നാ പിന്നെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ, ഞാൻ പിന്നെ വരാം. സോറി, നിങ്ങളെന്തോ സംസാരിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, സത്യമകത്തേക്ക് വന്നോളൂ. വിഷ്ണുവേട്ടൻ ചുമ്മാ ഓരോന്ന്. അമ്മയ്ക്ക് എന്താ പറയാളച്ച പറഞ്ഞോ? എടാ, എനിക്ക് പറയാനുള്ളതേ നിങ്ങളുടെ കല്യാണക്കാരൻ തന്നെയാ. ഒരു കുറവും വരുത്താതെ ആ ചടങ്ങ് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. ദേ, അതിന് നിങ്ങൾ രണ്ടുപേരും ചേർന്നിരുന്ന് വിളിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരാളെ പോലും വിട്ടുപോകാൻ പാടില്ല. നമുക്ക് ഇനി പോയി വിളിക്കാനൊന്നും സമയമില്ല. ഫോണിൽ കൂടെ കാര്യങ്ങൾ പറയാം, അല്ലേ? അല്ലേടാ, അതുപോലെ നീ എന്തിനാ അവളെ നോക്കുന്നേ? എടാ, നമ്മുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകളൊക്കെ അവൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവൾ എഴുതിക്കോളും. പിന്നെ കാറ്ററിംഗുകാരോട് തീയതി മറ്റൊന്ന് പറഞ്ഞു കൊടുക്കണം. കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ മറ്റോ വരുത്തണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് തീരുമാനിച്ചാൽ മതി. പിന്നെ വിഷ്ണു, നിന്റെ ഫ്രണ്ട്സിനെ ആരെയും വിട്ടുപോരുത്. ദേ, ആ കമലിനെയൊക്കെ വിളിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. അല്ലെങ്കിൽ ഇനിയൊരു പരാതിക്ക് ഇടവരരുത്. പിന്നെ മോളെ, അവിചാരിതമായിട്ടാണ് വന്നു ചേർന്നെങ്കിലും എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു മോളെ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു മരുമകൾ എന്റെ മകന്റെ ഭാര്യയായിട്ട് വരുന്ന സന്തോഷത്തിലാ ഞാനിപ്പോ. അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നപ്പോ മോള് വന്ന് വാതില് തുറന്നു. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു മുറി കണ്ടപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷായി. ഇനി ഞാനിങ്ങ് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അയ്യോ, സത്യമയുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം. സത്യമ ഞങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകണമെന്ന ഞങ്ങളുടെ പ്രാർത്ഥന. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. മോളെ, തൃപ്തിയായി, എന്റെ മനസ്സ് നിറഞ്ഞു. ദേ, ഇങ്ങനെയൊരു മരുമകളെ കിട്ടിയത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത നന്മയുടെ ഫലവാ. അവന്റെ പോക്കണ്ടില്ലേ? ഇപ്പൊ തന്നെ ലിസ്റ്റ് തയ്യാറാക്കാനെന്ന് തോന്നുന്നു. അപ്പൊ ഈ ജന്മത്തിൽ നന്മയൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. പിന്നെ മോളെ, മോളുടെ ആശ്രമത്തിൽ എല്ലാരെയും അറിയിക്കണം. ഒരാളെ പോലും വിട്ടുപോരുത്, കേട്ടല്ലോ? അറിയാം സത്യാമ്മേ. എന്നാ പിന്നെ ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഒരുക്കങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്യാൻ. രക്ഷപ്പെട്ടു. ചില നേരങ്ങളിൽ ഒരു രക്ഷകയുടെ രൂപത്തിൽ വരാൻ സത്യാമ്മയ്ക്ക് നല്ല കഴിവാ. വിഷ്ണുവായിട്ട് എന്നെ കൊണ്ട് ലെറ്റർ എഴുതി വാങ്ങിച്ചിരുന്നെങ്കിൽ പെട്ടിയെടുത്ത് എന്നോട് ഇറങ്ങാൻ പറയേണ്ടവരാ. ഇപ്പൊ വന്ന് സ്നേഹം വിളമ്പിട്ട് പോയത്. ഇപ്പൊ രക്ഷപ്പെട്ടെങ്കിലും വിഷ്ണുവേട്ടനെ ഇതൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. അറിഞ്ഞു തന്നെ നിൽക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അപകടമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.